ഹലോ, കുറച്ച് ദിവസമായി ഞാൻ നല്ലൊരു കുക്കറി ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു ചെറുപരിപ്പും ഉലുവക്കീരിയും കൂടിയിട്ട് ഒരു കൂട്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഉലുവക്കീരയ്ക്ക് അതിൻ്റേതായ ആ ടേസ്റ്റ് ആ പരിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും സുഖമല്ലേ? പോവാം നമുക്ക് പാചകം. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിക്കാം. ചെറുപരിപ്പ് ഒരു അരക്കപ്പ്, അത് 3 മണിക്കൂർ കുതിർത്തി. മൂങ് ദാൾ, ഇത് 2 കപ്പ് ഉലുവക്കീര കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ജീരകം വേണം, ഉള്ളി, തക്കാളി 2 എണ്ണം, ഒരു ഉള്ളി 2 തക്കാളി, കുറച്ച് കായം, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി പച്ചമുളക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി ആസ് യൂഷ്വൽ. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ജീരകം, ഈ ജീരകം നല്ലോണം പൊട്ടി വരണം. ജീരകം ഒന്ന് നന്നായി പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായ ആഡ് ചെയ്യണം. ജീരകം പൊട്ടിയപ്പോൾ കായ ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ഓണിയൻ. ഇത് നന്നായി ഒരു ഉള്ളി കട്ട് ചെയ്തതാണ്. ഈ ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. ഞാൻ ഈ പച്ചമുളക് 4 എണ്ണം, കുറച്ച് എരിവുള്ളതാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടുകയാണ്. ഇപ്പോൾ ഉള്ളി ഒന്ന് നല്ലോണം സോഫ്റ്റായി. അപ്പോൾ ഞാൻ ഈ തക്കാളി ആഡ് ചെയ്യണം. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ആവട്ടെ. ഇപ്പോൾ ഈ തക്കാളി ഇപ്പോൾ നന്നായി ഒന്ന് വഴണ്ട് വന്നു കണ്ടോ. ആ സമയത്ത് ഞാൻ ഈ ചെറുപരിപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഈ ചെറുപരിപ്പ് ഒന്നും ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് നന്നായി വഴക്കട്ടെ. ഹൈ ഹീറ്റിൽ ഇതിനെ ഒന്ന് നന്നായി വഴറ്റുകയാണ്. ഇത് കുതിർത്തിയതാണ് ഞാൻ. ഒരു 3 മണിക്കൂറൊക്കെ കുതിർത്തിയാൽ വേഗം അത് വെന്ത് വരും. തക്കാളി ഇടുന്നതുകൊണ്ട് കുറച്ച് നേരം അത് കുതിരണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റ് വരട്ടെ. ഈ സമയത്ത് ഞാൻ ആ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണിത്. ഒരു 1 ഇഞ്ച് കഷ്ണം അതിനെ ഞാനൊന്ന് നന്നായി ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഈ സമയത്ത് ഇതും ആഡ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴണ്ട് ആ മല്ലിപ്പൊടിയുടെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോയിച്ചാൽ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ പച്ചവെള്ളം ആഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. പച്ചവെള്ളം ആഡ് ചെയ്താൽ അത് ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ഹാർഡായി പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് ഹോട്ട് വാട്ടറാണ്. ഒരു കഷ്ടിച്ച് ഒരു 1/4 കപ്പ് ഉണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ആ സമയത്ത് ഞാൻ ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് വേഗം ഒന്ന് വെന്തിട്ട്, ഒരുപാട് വെന്ത് അങ്ങനെ ഉടയാൻ പാടില്ല ഇത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായി വെന്ത് വരട്ടെ. ഇപ്പം എൻ്റെ ഈ ചെറുപരിപ്പ് നന്നായി വെന്ത് പാകത്തിന് വെന്ത്, കുഴഞ്ഞിട്ടൊന്നുമില്ല, വെന്തിട്ട് അതിലേക്ക് ഞാൻ ഈ മേത്തി ലീവ്സ് ആഡ് ചെയ്യാൻ പോകും. ഇതിപ്പോൾ 2 കപ്പ്, 1/2 കപ്പിന് 2 കപ്പ് കേട്ടോ. ഇനി ഇത് ഒന്നായി കിടന്ന് വെന്ത ശേഷം ഞാൻ ഇതെങ്ങനെയാണ് നല്ലൊരു ഉപ്പേരി ഞാനിനി ഇതിനെ ഒന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് അതിൽ കിടന്നിട്ട് വെന്തിട്ട് വരും. ഈ ഉലുവക്കീരിയിൽ ഒരുപാട് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല ഏത് സമയത്താണെങ്കിലും. അതിനപ്പോഴാണ് ഈ കയ്പ്പ് കൂടുക. അപ്പോൾ ആ ഇതിൽ ഇതൊന്ന് നന്നായി ആയിട്ട് വരട്ടെ.
ഇതിപ്പോൾ എൻ്റെ ചീരിയും പരിപ്പും കൂടി ഉലർത്തിയത് റെഡിയായി. ഇങ്ങനെ ഇത് ഡ്രൈ ആയിട്ട് വരണം. കണ്ടോ? ഇനി ഇതിനെ ഞാൻ എൻ്റെ ഒരു പാനിലേക്കൊക്കെ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് വളരെ ടേസ്റ്റാണ്. ഈ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് എങ്ങനെ ചെയ്താൽ ഇത് വളരെ അധികം ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ചെറുപരിപ്പും ചീരയും കൂടിയിട്ടുള്ള കൂട്ട് റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ തരിക. അത് നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് നന്നായി ഒന്ന് ട്രൈ ചെയ്ത ശേഷം എങ്ങനെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്കുള്ള അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് തരിക. See you in the next video with a wonderful recipe. It's bye from Sudha Menon.